ഈ റെസ്റ്റോറൻറ്റ് മേഖലയുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വെക്കേഷനുകളാണ്. ഒരു വർഷം 3-4 വെക്കേഷനുകൾ കിട്ടും. ഒരു ലോങ് വെക്കേഷൻ കിട്ടും, പിന്നെ ഷോർട്ടായിട്ടുള്ള വെക്കേഷൻ. ഈ വെക്കേഷനാണ് ഞങ്ങളെ കച്ചവടത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഊർജ്ജം. അതില്ലാതാകുമോ എന്നുള്ള ഭീതിയാണ് ഇപ്രാവശ്യം. കാരണം ഞങ്ങൾ വലിയ ഒരുക്കങ്ങളാണ് ഈ പറയുന്ന വെക്കേഷൻ സമയത്ത് ഞങ്ങളെ കച്ചവടത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് പരീക്ഷാ സമയമായതുകൊണ്ട് ഈ പരിപാടികളുടെ കുറവും അത് ഞങ്ങൾ പിന്നീട് ഏപ്രിൽ 1 മുതൽ ഒരുപാട് കാറ്ററിംഗ് പരിപാടികളുമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുള്ള ആകാംക്ഷയിലാണ്. പല നമ്മളുടെ ക്ലയൻസും വിളിക്കാൻ തുടങ്ങിയായി. എന്തായി, ഞങ്ങൾക്ക് 1-ാം തീയതി പരിപാടി നടക്കുമോ, 2-ാം തീയതി പരിപാടി ഞങ്ങളെ ഏറ്റെടുത്ത് നടത്തുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ പല അംഗങ്ങളെയും വിളിച്ച് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വലിയ മാനസിക സമ്മർദ്ദമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ വെള്ളത്തിലുള്ള മീൻ കരയിലെടുത്ത് ഇട്ട മാതിരിയുള്ള അവസ്ഥയായിപ്പോയി ഞങ്ങളുടെ. എന്ത് ചെയ്യുന്നൊരു കാരണം ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു എത്തും പിടിയില്ലാതെ ഇരിക്കുക. ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെയും ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മുടെ അംഗങ്ങൾക്ക് ഒരു അവബോധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിലേക്ക് കഴിയുന്നവരും കൂട്ടായോ ഒറ്റയ്ക്കായോ പോകണം എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഞങ്ങളുടെ മുന്നിൽ വളരെ ഭീകരമാണ്.